ശ്രീമന്നാരായണീയം ദശകം 35 ശ്ലോകം 6. സൗമിത്രീ സ്തോത്രശക്തി പ്രഹൃതികളദസു വാദജാനീതശൈല ഘ്രാണാത് പ്രാണാനുവേദോ വികൃണതകുസ്തി ശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണ വജനഹൃദ സ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീതലമഖിലചമൂം ഭക്ഷിണം വെക്ഷിണോസ്തം. ഭട്ടതിരിപ്പാട് രാവണ യുദ്ധം അതിൻ്റെ പ്രത്യേകതകളെപ്പറ്റി ആരൊക്കെ ആരോട് ഏറ്റുമുട്ടി ആരൊക്കെ മരണപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. രാവണൻ്റെ വേൽപ്രയോഗത്താൽ ലക്ഷ്മണൻ ബോധരഹിതനായി വീണു. ക്രമേണ ജീവൻ നഷ്ടപ്പെടുമെന്ന ആശങ്കയാൽ ഹനുമാൻ മൃതസഞ്ജീവിനി കൊണ്ടുവന്ന് ലക്ഷ്മണനെ രക്ഷപ്പെടുത്തി. ഉടനെ തന്നെ മായാപ്രയോഗത്താൽ സമർത്ഥനായ ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വധിച്ചു. രാവണൻ്റെ ഇടയ്ക്കിടെയുള്ള മായാപ്രയോഗം കണ്ട് മാനസിക പ്രയാസം അനുഭവപ്പെട്ട ശ്രീരാമൻ വിഭീഷണൻ്റെ തത്സമയത്തുള്ള പരിഹാര നിർദ്ദേശങ്ങൾ കേട്ട് സമാധാനിച്ച് ശ്രീരാമൻ ഭൂമിയെ ചലിപ്പിച്ച് വാനരന്മാരെ തിന്നുന്ന കുംഭകർണനെയും വധിച്ചു. അവിടെ നടന്ന പ്രത്യേകമായൊരു സംഭവമാണ്. ലക്ഷ്മണനെ ശൂലം കൊണ്ട് വേലുകൊണ്ട് രാവണൻ കുത്തി നിലത്തിട്ടു എന്നാണ് പറയുന്നത്. ഉടനെ ലക്ഷ്മണനെ രക്ഷിക്കാനായിട്ട് ഹനുമാൻ മൃതസഞ്ജീവനി കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അധ്യാത്മരാമായണത്തിൽ അല്പം വ്യത്യാസം ഇതിലുണ്ട്. ലക്ഷ്മണനെ മൃതസഞ്ജീവനി കൊണ്ടുവന്ന് പിന്നീടാണ് രക്ഷപ്പെടുത്തിയത്. പക്ഷെ അതിന് മുമ്പായിട്ട് ഇന്ദ്രജിത്ത് ഒരു വലിയൊരു പ്രയോഗം നടത്തി എല്ലാവരെയും ബ്രഹ്മാസ്ത്രമെഴുതി നിലത്ത് വീഴ്ത്തിയിരുന്നു. അപ്പോൾ മൃതസഞ്ജീവനി കൊണ്ടുവരാനായിട്ട് ഹനുമാൻ പോയി എന്നാലും വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും രാവണൻ്റെ ഇടയ്ക്കിടെയുള്ള മായാപ്രയോഗം കണ്ട് ഭഗവാന് വളരെയധികം മാനസിക പ്രയാസമുണ്ടായി. എങ്ങനെയാണ് ഇവനെ വധിക്കേണ്ടത് എന്നതിനെപ്പറ്റി വളരെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അതിനിടയിലാണ് രാവണൻ്റെ ഏറ്റവും കായികമായ ഉയർന്ന രൂപത്തിലുള്ള തടിച്ച രൂപത്തിലുള്ള കുംഭകർണൻ യുദ്ധത്തിനായിട്ട് വരുന്നത്. കുംഭകർണൻ രാവണനെ പോലെയല്ല, ആ രൂപം വളരെ വലുതാണെങ്കിലും ശ്രീരാമൻ്റെ മഹത്വം അറിയുന്ന ഒരു രാക്ഷസനാണ്. അപ്പം അതുകൊണ്ട് കാര്യമായ യുദ്ധത്തിനൊന്നും ശ്രമിക്കാതെ ഭഗവാന്റെ അമ്പേറ്റ് സായുജ്യം നേടാനായിട്ടാണ് വന്നത്. അങ്ങനെ ഭഗവാൻ കുംഭകർണനെ വധിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 7. ഗൃഹ്ണൻ ജംബാരി സംപ്രേഷിതരഥകവചോ രാവണേനാഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണാസ്യ ബിന്ധൻ ഗളതതി ബബലാം അഗ്നിശുദ്ധാം പ്രഗൃഹ്ണൻ ദേവശ്രേണീവരോ ജീവിതസമരമധേ രക്ഷതേ ഋക്ഷസംഘേ ലങ്കാഭർത്താജസാഖം നിജനഗരമഖ സപ്രിയ പുഷ്പകേന. ശ്രീരാമചന്ദ്രൻ നിലത്ത് നിന്നിട്ടാണ് രാവണനുമായിട്ട് ഏറ്റുമുട്ടുന്നത്. രാവണൻ രഥത്തിലിരുന്നു കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. അവിടെ ഒരു വല്ലാത്തൊരു വിഷമമുണ്ടായി ഭഗവാൻ എന്നാണ് പറയും. കാരണം കഴുത്തിങ്ങനെ ഉയർത്തി വേണം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കാൻ. അപ്പോൾ കഴുത്തിന് ഇല്ലാതെ വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവേന്ദ്രൻ ഇത് മനസ്സിലാക്കി തൻ്റെ സ്വന്തം തേര് തന്നെ ഭഗവാന് വേണ്ടിയിട്ട് കൊടുത്തയക്കുകയാണ്. തൻ്റെ തേരാളിയോട് പറഞ്ഞു, ശ്രീരാമചന്ദ്രന് സൗകര്യപ്രദമായ രീതിയിൽ തേര് തെളിച്ച രാവണനെ കൊല്ലാൻ സഹായിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതനുസരിച്ച് തേരിൽ ഭഗവാൻ കയറി. ദേവേന്ദ്രൻ കൊടുത്തയച്ച തൻ്റെ തേരും തേരാളിയായ മാതലിയെയും മാർച്ചട്ടയെയും സ്വീകരിച്ച് രാവണനുമായി യുദ്ധം ചെയ്ത് ബ്രഹ്മാസ്ത്രത്താൽ രാവണനെ വധിച്ചു. ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അഗ്നിയിൽ പ്രവേശിച്ച് ചാരിത്രശുദ്ധി തെളിയിച്ച പത്നി സീതാദേവിയെ ശ്രീരാമൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. ആദ്യം യുദ്ധത്തിൽ മരിച്ചവരും പിന്നീട് ദേവന്മാരുടെ അനുഗ്രഹത്താൽ ജീവിച്ചവരുമായ വാനര സമൂഹത്തോടും വിഭീഷണനോടും ലക്ഷ്മണനോടും സീതാദേവിയോടും കൂടെ പുഷ്പക വിമാനത്തിൽ ശ്രീരാമചന്ദ്രൻ തൻ്റെ അയോധ്യ നഗരത്തിലേക്ക് മടങ്ങിയെത്തി. അവിടെ തൻ്റെ ദൗത്യം രാവണവധാണല്ലോ, അത് ഭംഗിയായി നിർവഹിച്ചതിന് ശേഷം തിരിച്ച് ആ 14 കൊല്ലത്തെ വനവാസത്തിന് ശേഷം തിരിച്ച് അയോധ്യയിലേക്ക് ഭഗവാൻ തിരിച്ചെത്തി എന്നാണ്. ശ്ലോകം 8. പ്രീതോ ദിവ്യാഭിഷേകേ അയുധസമധികാൻ വത്സരാൻ പര്യരംസി
വൈതില്യാം പാപവാചാ ശിവ ശിവ കിലതാം ഗർഭിണീം അഭ്യഹാസീം ശത്രുഘ്നേനാർദയിത്വാ ലവണനിശിചരം പ്രാർത്ഥയശൂദ്രപാശം താവദ്വാൽമീകിഗേഹേ കൃതവസതിരുപാ സൂതസീതാസുതോ തേ. അയോധ്യയിൽ തിരിച്ചെത്തിയപ്പോൾ അതുവരെ 14 കൊല്ലം ശ്രീരാമൻ്റെ പ്രതിനിധിയായിട്ട് രാജ്യം ഭരിച്ച ഭരതൻ തൻ്റെ അധികാരം ഭഗവാനിലേക്ക് കൈമാറി എന്നാണ് പറയുന്നത്. അയോധ്യയിൽ എത്തിച്ചേർന്ന ശ്രീരാമനെയും സംഘങ്ങളെയും അവിടുത്തെ രാജാവായ ഭരതൻ ആഘോഷപൂർവ്വം സ്വീകരിച്ചു. കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ കാർമ്മികത്വത്തിൽ ശ്രീരാമനെ അയോധ്യയിലെ രാജാവായി പട്ടാഭിഷേകം നടത്തി. തുടർന്ന് 10,000-ലധികം വർഷം പ്രജാപരിപാലനം ചെയ്ത് സുഖത്തോടെ ഭഗവാൻ വസിച്ചു. സീതാദേവിയെപ്പറ്റിയുള്ള ലോകാപവാദം ഭയന്ന് ഗർഭിണിയായ സീതയെ ശ്രീരാമൻ ഉപേക്ഷിച്ചു. ഇവിടെ ഭട്ടതിരിപ്പാട് ദുഃഖത്തോടെ കഷ്ടം കഷ്ടം എന്ന് ഗുരുവായൂരപ്പനോട് പറഞ്ഞതായി ശ്ലോകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം രാവണാസുരനെ ശത്രുഘ്നൻ വധിച്ചു. ശൂദ്രനായ ശംഭുവിന് തപസ് ചെയ്യുവാനുള്ള അവകാശമില്ലെന്ന കാരണത്താൽ ശ്രീരാമൻ അവനെ നേരിൽ ചെന്ന് വധിച്ചു. ഈ സന്ദർഭത്തിൽ വാൽമീകി ആശ്രമത്തിൽ കഴിയുന്ന സീതാദേവി ശ്രീരാമൻ്റെ 2 കുട്ടികൾക്ക് ജന്മം നൽകി. ഇത് ഉത്തരരാമായണത്തിലുള്ള സംഭവമാണ്. ആ ഉത്തരരാമായണം പിന്നീട് കൂട്ടിച്ചേർത്തതാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഭഗവാൻ 10,000 വർഷം അയോധ്യ ഭരിച്ചു. സീതാദേവി ലോകർ മുഴുവനും കാണുകയെ തന്നെ തൻ്റെ ചാരിത്രശുദ്ധി തെളിയിച്ച് ആണ് പത്നിയായി വന്നത്. പിന്നെ അവിടെ അതിനെപ്പറ്റിയൊരു സംശയമോ അതിനൊന്നും യാതൊരു സാങ്കത്യവുമില്ല. പക്ഷേ ഉത്തരരാമായണം എന്ന് പറഞ്ഞ് പിന്നീട് കൂട്ടിച്ചേർത്ത ആ കഥയിൽ വാസ്തവത്തിൽ ശരിയായ സംഭവമല്ല എന്നുള്ളതിനെപ്പറ്റി ധാരാളം ചർച്ചകൾ നടന്ന അവസാനം പണ്ഡിതന്മാർ ഉത്തരരാമായണം ഈ രാമായണത്തിൻ്റെ ഭാഗമല്ല എന്നവിടെ വിധി കൽപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ എങ്കിലും വാൽമീകി രാമായണത്തിൽ അത് പറഞ്ഞതുകൊണ്ട് ആ സംഭവത്തെ ചുരുക്കി ഇവിടെ ഭട്ടതിരിപ്പാട് രേഖപ്പെടുത്തുക. വായിച്ചോ. ശ്ലോകം 9. വാൽമീകി തുൽസുതോ ഗാഭിതമധുരഹൃദേ ആഗ്നേയജ്ഞവാടേ സീതാം ത്വയ്യാപ്തു കാമേ ചിതിമവിശദസോ ത്വം ച കാലാർത്തിതോ ഭൂ ഏതോ സൗമിത്രികാദീ സ്വയമദസരയു മഗ്നനിശേഷഭൃത്യേ സാഗം നാഗം പ്രയാതോ നിജപദമഗമോ ദേവവൈകുണ്ഠമാദ്യം. അശ്വമേധയാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന യാഗശാലയിൽ പ്രവേശിച്ച് വാൽമീകി മഹർഷി രചിച്ച രാമായണ കാവ്യം അദ്ദേഹം തന്നെ ശ്രീരാമൻ്റെ പുത്രന്മാരായ കുശലവന്മാരെ കൊണ്ട് പാടിപ്പിച്ചു. ശ്രീരാമൻ സീതാദേവി ആ സന്ദർഭത്തിൽ സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചു. എങ്കിലും സീതാദേവി തൽക്ഷണം ഭൂമിദേവിയുടെ മടിത്തട്ടിൽ പ്രവേശിച്ചു. സ്വർഗാരോഹണത്തിൻ്റെ സമയമായെന്ന് യമദേവൻ ശ്രീരാമനെ ഓർമ്മിപ്പിച്ചു. അതിനുശേഷം ഏതോ കാരണത്താൽ ലക്ഷ്മണനെ വധിച്ചു. സരയൂ നദിയിൽ പ്രവേശിച്ച പൗരജനങ്ങളോടൊപ്പം ശ്രീരാമനും ജലസമാധി നടത്തി സ്വർഗത്തിൽ ചെന്നു. പിന്നീട് തൻ്റെ ആസ്ഥാനമായ വൈകുണ്ഠത്തിൽ ചെന്നു. ഇത് കൂട്ടിച്ചേർത്ത ഉത്തരരാമായണത്തിൻ്റെ ഭാഗമാണ്. അതെന്താണ് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൻ്റെ വിശദീകരണത്തിൽ ഞാൻ വ്യക്തമാക്കാം. ശ്ലോകം 10. സോയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാത്തിനിരാഗസ്ഥിതനമഭിഭവേ കാമധർമാദിസത്യാ നോചേസ്വാത്മാനുഭൂതേ കൊനു തവ മനസു വിക്രിയാ ചക്രപാണേ സത്വം സത്വീകമൂർത്തി പവനപുരപദേ വ്യാതുനോ വ്യാധിതാപാൻ. ഈ ദശകം ഉപസംഹരിക്കുന്ന സമയത്ത് ഭട്ടതിരിപ്പാട് പറയുന്നു, അങ്ങയുടെ പ്രശസ്തമായ മനുഷ്യാവതാരം കാമത്തിലും ധർമ്മത്തിലും അത്യാസക്തി ഉണ്ടായാൽ വിരഹദുഃഖവും നിരപരാധികളെ ഉപേക്ഷിക്കുകയും വേണ്ടി വന്നേക്കാമെന്നാണ് ഭട്ടതിരിപ്പാടിൻ്റെ അഭിപ്രായം. ഈ ജീവിത സത്യങ്ങൾ മനുഷ്യർക്ക് ഉപദേശിക്കുവാൻ വേണ്ടി തന്നെയാണ് നിശ്ചയമായും ഈ അവതാരം സ്വീകരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കാലസ്വരൂപമായ സുദർശനചക്രം കയ്യിൽ ധരിച്ച്
ആത്മാനുഭൂതിയോടെ ഇരിക്കുന്ന ഭഗവാന് മനസ്സിൽ വികാരമുണ്ടാകുമോ? ശുദ്ധ സത്വസ്വരൂപനായ ഗുരുവായൂരപ്പനോട് രോഗം കൊണ്ട് താൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ച് 2 ദശകങ്ങളിലായി സംക്ഷിപ്തമായി അവതരിപ്പിച്ച രാമചരിതം ഭട്ടതിരിപ്പാട് ഉപസംഹരിച്ചു. ആ സംഭവത്തിന് ശേഷം ചില കാര്യങ്ങൾ ഭക്തന്മാരോട് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ അധ്യാത്മ രാമായണത്തിൽ അതിനെപ്പറ്റി വിശദീകരിച്ചതിൻ്റെ വ്യാഖ്യാനത്തിൽ ഈ ദശകത്തിൽ അവസാനത്തെ 3 ശ്ലോകങ്ങൾ ഉത്തരരാമായണത്തിലെ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഭട്ടതിരിപ്പാട് രചിച്ചത്. ഉത്തരരാമായണം ആദ്യ രാമായണത്തിൽ ഇല്ലാത്തതും വളരെ കാലത്തിന് ശേഷം ചില പ്രത്യേക ലക്ഷ്യങ്ങളെ സാധൂകരിക്കുവാൻ ചിലർ കൂട്ടിച്ചേർത്തതാണെന്ന് രാമായണ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായമുണ്ട്. പുരാണ ലക്ഷണമനുസരിച്ച് ഫലശ്രുതിയോടെയാണ് പുരാണങ്ങൾ സമാപിക്കേണ്ടത്. എന്നാൽ രാമായണത്തിൻ്റെ അവസാന കാണ്ഡമായ യുദ്ധകാണ്ഡത്തിൻ്റെ ഒടുവിൽ ഫലശ്രുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരരാമായണം യുദ്ധകാണ്ഡത്തിന് തുടർച്ചയായിട്ടല്ല രചിച്ചിരിക്കുന്നത്. മാത്രമല്ല അതിലെ ചില സംഭവങ്ങൾ ശ്രീരാമൻ്റെ യശസ്സിനെ മങ്ങലേൽപ്പിക്കുന്നതുമാണ്. ഈ കാരണത്താലാണ് അധ്യാത്മരാമായണം വായിച്ച് പൂർണ്ണമാക്കിയതിനു ശേഷം പൂർവികന്മാർ ഉത്തരരാമായണം വായിക്കരുതെന്ന് നിഷ്കർഷിച്ചത്. രാമായണ വധത്തിന് ശേഷം ലോകത്തെ സാക്ഷിയാക്കി അഗ്നിപ്രവേശം നടത്തി തൻ്റെ ചാരിത്രശുദ്ധി പരസ്യമായി തെളിയിച്ച തൻ്റെ പത്നി സീതാദേവിയെ 2 കൈകളും നീട്ടി സന്തോഷത്തോടെ സ്വീകരിച്ച് തൻ്റെ മടിയിലിരുത്തി അനുമോദിച്ച ശ്രീരാമന് തൻ്റെ ഒരു പ്രജയുടെ ദുരാരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജധർമ്മമനുസരിച്ച് ഉപേക്ഷിക്കുവാൻ എങ്ങനെ സാധിക്കും? ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സത്യം തെളിയിച്ചൊരു വ്യക്തിയെ വീണ്ടും അതേ ആരോപണം ഉന്നയിക്കുമ്പോൾ വീണ്ടും സത്യം തെളിയിക്കുവാൻ ആവശ്യപ്പെടുന്നത് രാജധർമ്മമാണോ? ഏകപത്നി വ്രതധരനായ ശ്രീരാമന് ധർമ്മപത്നിയായ സീത എങ്ങനെ ഉപേക്ഷിക്കുവാൻ സാധിക്കും? അത്തരമൊരു സാഹചര്യം വന്നാൽ തൻ്റെ രാജപദവി ഭരതന് കൈമാറി ഗൃഹസ്ഥാശ്രമധർമ്മം നിർവഹിക്കുവാനായിരിക്കും ശ്രീരാമൻ ഇഷ്ടപ്പെടുക. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശൂദ്രയായ ശബരിക്ക് മോക്ഷം നൽകിയ ശ്രീരാമൻ എങ്ങനെ ശൂദ്രനായ ശംഭുകനെ തപസ് ചെയ്ത കാരണത്താൽ നേരിട്ട് ചെന്ന് വധിക്കുവാൻ സാധിക്കും? ലക്ഷ്മണ പരിത്യാഗ സംഭവം അംഗീകരിക്കുവാൻ പ്രയാസമാണ്. ഈ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ശ്രീരാമനെ സംബന്ധിച്ച് ഉത്തരരാമായണത്തെ പരാമർശം ചില ഗൂഢലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ ഏതോ ഒരു കാലത്ത് ആദ്യ രാമായണത്തിൻ്റെ ചില തൽപര കക്ഷികൾ കൂട്ടിച്ചേർത്താണെന്ന് വിശ്വസിക്കുവാൻ നിവൃത്തിയുള്ളൂ. ഇതിനെ പ്രക്ഷിപ്തം എന്നാണ് പറയുക. ഇതിനെപ്പറ്റി കൂടുതലായി മനസ്സിലാക്കുവാൻ താല്പര്യമുള്ളവർ വ്യാഖ്യാതാവിൻ്റെ, അതായത് എൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ലളിത വ്യാഖ്യാനത്തിൻ്റെ ആമുഖം വായിച്ചു നോക്കുക. നമസ്തേ.